നല്ല നല്ല ഒരാൾ, ആർക്കും ഇഷ്ടപ്പെടുന്ന ചന്ദ്രമുഖി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അങ്ങനെ ഒടുവിൽ അനീഷ് അനുമോളെ പ്രൊപ്പോസ് ചെയ്തിരിക്കുവാണ്. ഇവർ രണ്ടുപേരും പുറത്ത് ഊഞ്ഞാലിരിക്കുന്ന സമയത്ത് അനീഷ് ചോദിക്കുന്നുണ്ട് എന്നെപ്പറ്റി അനുമോളുടെ അഭിപ്രായം എന്താണ് എന്ന്. അപ്പം അനുമോൾ പറയുന്നുണ്ട് എനിക്ക് നല്ല അഭിപ്രായങ്ങളാണ്, ചേട്ടൻ നല്ലൊരു വ്യക്തിയാണ് എന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അനീഷ് നൈസായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പല രീതിയിലും ആൾക്കാർ കട്ട് ചെയ്തിട്ടിരിക്കുവാണ്. അതായത് കുറച്ച് റൊമാൻറ്റിക് സീനും കാര്യങ്ങളൊക്കെ. ശരിക്കും അനീഷ് ഇത് നല്ല രീതിയിൽ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. അനീഷിന് ഈ അനുമോളുടെ വിഷയം, അതായത് അനുമോളുടെ അടുത്ത് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയോ അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ശരിക്കും പറഞ്ഞാൽ അനുമോള് ഇത് സീരിയസ് ആക്കാതെ പുള്ളിക്കാരത്തി നൈസായിട്ടിരുന്ന് കളിക്കുവാണ്. അതായത് എന്ത് പറയണ്ട, നോർമലി എല്ലാവരുടെ അടുത്തും കാണിക്കുന്ന രീതിയിൽ തമാശയ്ക്കുള്ള ഒരു പരിപാടിയായിട്ടാണ് അനുമോൾ ഈ ഒരു വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ അനീഷ് ഇത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുത്തേക്കുന്നതായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം, അതായത് ഈ ഫിനാലയിലോട്ട് അടുക്കുന്ന സമയത്ത് അനീഷ് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഏറ്റവും കൂടുതൽ ഇത്രയും നല്ല രീതിയിൽ ഗെയിം കളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു കാര്യത്തിൽ ചെന്ന് അകപ്പെടരുത്. കാര്യം ഇതിനകത്തൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ, അതായത് ഈ പ്രണയം കാര്യങ്ങളൊക്കെ ആ ഒരു ഷോയ്ക്കകത്ത് ചെന്നിട്ട് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ദിവസം അവിടെ നിന്നതിന് യാതൊരു അർത്ഥവുമില്ലാതെ മാറിപ്പോകും. എന്തായാലും എന്താണ് ശരിക്കും ഈ പ്രപ്പോസൽ സീനിൽ സംഭവിച്ചത് നമുക്കറിയത്തില്ല. ഇനി എപ്പിസോഡ് വരുന്ന സമയത്തെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് ആ പ്രൊമോ ഒന്ന് കാണാം. നൈസായിട്ട് ഏഷ്യാനെറ്റ് പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏഷ്യാനെറ്റിൻ്റെ ഒരു പരിപാടിയാണ്. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രേമം പൊട്ടി മുളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് നൈസായിട്ട് പരിപാടി തുടങ്ങും. ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് എഡിറ്റേഴ്സ് എല്ലാം മാക്സിമം, അതായത് ഇവർ പ്രണയിച്ചില്ലെങ്കിൽ ഏഷ്യാനെറ്റ് ഇവരെയും കൊണ്ട് പ്രണയിപ്പിക്കും. ആ രീതിയിൽ പരിപാടികൾ സെറ്റ് ചെയ്യും. എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എനിക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ ഈ ഒരു രീതിയിലാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അനീഷിനെ സംബന്ധിച്ച് അനീഷ് എല്ലാ വിഷയങ്ങളും എടുക്കുന്ന നിലപാടുകളും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്തും അനീഷ് ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി തന്നെ ഇപ്പം ഈ ഒരു അവസ്ഥ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൻ കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ബിഗ് ബോസ് ആണ്. ഒബ്വിയസ്ലി ഇത്രയും ദിവസം അവിടെ നിൽക്കുന്ന സമയത്ത് ആർക്കും ആരടുത്തും തോന്നുന്ന ഒരു നോർമൽ ഇമോഷണൽ ഫീലിങ്സ് ആണത്. അങ്ങനെ എടുത്താൽ മതി. ഇതൊരു വലിയ സീനായിട്ടൊന്നും നമ്മൾ ആരും തലക്കെടുക്കേണ്ട ആവശ്യമില്ല. അനീഷേട്ടാ ഇപ്പൊ കുറെ മാറി. അതെ, തീർച്ചയായിട്ടും മാറി. അതായത് അനുമോളുടെ അടുത്ത് എന്നോട്ട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞോ അനുമോൾ നൈസായിട്ട് ഓരോന്നിട്ട് വട്ടം കറക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അനീഷ് ടോട്ടലി മാറി. കാര്യം മുഖത്തൊരു ചിരി പോലും വരാത്തൊരു മനുഷ്യനാണ് ഇപ്പം ഈ ഒരു പരുവത്തിലായത്. ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരാളെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അത് സത്യമാണ്. അനീഷും തുടക്ക സമയത്ത് ഈ പെൺപിള്ളേരുടെ മുഖത്തൊന്നും നോക്കത്ത് പോലും ഇല്ലായിരുന്നു. അനീഷ് ഈ അടുത്ത് ആദിലെ പിടിച്ചിരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഡിവോഴ്സ് ആയ ഒരു വ്യക്തിയാണ്, എനിക്ക് നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കാനും, പ്രത്യേകിച്ച് ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ ഓപ്പോസിറ്റാണ് അനുമോൾ കിടക്കുന്നത്. അന്നേരം ഞാൻ അനുമോളുടെ അടുത്തോട്ടൊന്ന് തിരിഞ്ഞ് കിടക്കാൻ വരെ എനിക്ക് പേടിയാണ്. കാര്യം നിങ്ങൾ ഏത് കണ്ണിലെടുക്കും, നിങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നെ കാണുന്നത് എന്ന് എനിക്ക് അറിയാൻ ഭയങ്കര രീതിയിൽ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ അടുത്തൊക്കെ അടുത്ത് ഇടപെട്ട സമയത്ത് എൻ്റെ ഉള്ളിലുള്ള അതെല്ലാം മാറി. അതായത് പെണ്ണുങ്ങളോടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഓൾറെഡി ഒരു സ്ത്രീ വിരോധിയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ ഈ പറയുന്ന നിങ്ങളോടൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ മാറി. അപ്പോൾ അതാണ് ഇവിടെ അനുമോൾ പറഞ്ഞു വരുന്നത്, അനീഷ് ഏട്ടൻ ഒരുപാട് മാറിയെന്ന്. മനസ്സിലായില്ലേ? എന്തായാലും ബാക്കിയോടെ കേൾക്കാം. നല്ല നല്ല ഒരാള്, ആർക്കും ഇഷ്ടപ്പെടുന്ന ചന്ദ്രമുഖി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, അനീഷ് ഇത് ഇത്തിരി സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വിഷയം ഇനി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഷോ തീരാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ശരിക്കും ഈ സമയത്ത് തന്നെ ഇത് വേണമായിരുന്നോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. സ്വാഭാവികമായിട്ടും ഈ ഒരു കണ്ടസ്റ്റൻറ്റിന്, അനീഷിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും. കാര്യം അനീഷ് ജനങ്ങളുടെ ഇടയിൽ ഒരു സാധാരണപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം അനീഷ് എന്ന് പറയുന്ന വ്യക്തിയോട്. അപ്പം ഇത്രയും നല്ല രീതിയിൽ ഗെയിം കളിച്ച് ഇവിടം വരെയൊക്കെ എത്തിയിട്ട് അവസാനം കൊണ്ടുവന്ന് കല ഉടച്ചതിനകത്തോട്ടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഒന്നെങ്കിൽ ഈ ഒരു സീസണിൽ അനീഷോ അനുമോളോ കപ്പടിക്കാം. ഇവർ രണ്ടുപേർക്കേ ഉള്ള അത്യാവശ്യം സപ്പോർട്ടുള്ള, വേറെ ഒരു മനുഷ്യർക്കും വലിയ രീതിയിലുള്ള സപ്പോർട്ടില്ല. അത് നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. വോട്ടിങ്ങും പോളിങ്ങും ഒക്കെ എടുത്ത് നോക്കുമ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു അവസ്ഥയിൽ അനീഷ് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ബാക്കിയോടെ കാണാം.
ഇത് ഏഷ്യാനെറ്റ് ഇത് സീനാക്കി വിടും. കാര്യം ഈ സീസണിൽ ഏഷ്യാനെറ്റ് ഇത് തുടക്ക സമയത്ത് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവരിത് വേറെ ലെവലാക്കിയാനെ. എന്തോ ഭാഗ്യത്തിന് അവസാന നിമിഷമാണ് ഇവർക്കിത് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ള സംഭവം. ഇന്ന് അനുമോളുടെ ഫാമിലിയുടെ ഒരു ഇൻ്റർവ്യൂ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ അനീഷിൻ്റെയും അനുമോളുടെയൊക്കെ കുറച്ച് സീൻസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനകത്ത് അനീഷ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ സിംഗിളാ, അനീഷേണ് സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാ. ഒരിക്കലും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അനീഷിൻ്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുമായിരുന്നു അനുമോൾ ജസ്റ്റ് ഒരു ഫൺ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ അനീഷ് ശരിക്കും പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം അങ്ങെടുത്ത് തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. അതാണ് അനീഷിനെ പറ്റിപ്പോയൊരു തെറ്റ്. ജീവിതകാലത്ത് എനിക്ക് സമ്മതമേ അല്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് സഹമത്സരാർത്ഥികളോട് ഇഷ്ടം തോന്നാറുണ്ട്. ചില സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ മത്സരാർത്ഥികളോട് ഇഷ്ടം തോന്നാറുണ്ട് എന്ന് കറക്റ്റാണ്. ഇത്രയും ദിവസം അവിടെ പുറലോകമായിട്ട് ബന്ധമില്ലാതിരിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഏതൊരു മനുഷ്യനും തോന്നുന്ന ഇമോഷണൽ ഫീലിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണിത്. പക്ഷേ ഇത് ഒരിക്കലും ഫിനാലെ എന്ന് പറയുന്ന ആ ഒരു വീക്കിലല്ലായിരുന്നു ഈ ഒരു സാധനം വരേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനകത്ത് ഇനി ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് സംസാരിക്കാനാണ്? ഇനി ജനങ്ങൾ സംസാരിച്ചോളും. ഇനി പല പല റീൽസ് വരും, പല പല സംഭവങ്ങൾ വരും, പല രീതിയിലുള്ള ചർച്ചകളുമായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.